ബാലി വ്ളോഗിൻ്റെ 5th എപ്പിസോഡ് കാണാൻ നമുക്ക്. ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമബിൾ സ്പോട്ട് ആയിട്ടുള്ള ബാലി സ്വിങ്ങിലോട്ടാണ്. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു ഈ ഒരു ബാലി സ്വിങ് എന്ന് പറയുന്നത്. ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തൊട്ട് ഈ ബാലി സ്വിങ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഫൈനലി അത് എത്തിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് ബാലി സ്വിങ്ങിൽ യൂസ് ചെയ്യേണ്ട ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇവർ റെന്റൽ ബേസിസിലാണ് കൊടുക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ടെഗനുങ്കാൻ വാട്ടർഫാൾ ആണ്. നമ്മൾ വാട്ടർഫാളിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ബേബി വാട്ടർഫാൾ ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം ക്രൗഡൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിലാക്സ് ആയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാനൊക്കെ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ചെറിയൊരു വാട്ടർഫാളൊക്കെ കാണാനൊക്കെ. ആ കാണുന്നതാണ് ടെഗനുങ്കാൻ വാട്ടർഫാൾ. ഈ വഴിയാണ് നമുക്ക് വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. ഇവിടെ വലിയ രീതിയിൽ ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല. ക്രൗഡൊക്കെ വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ കുറവായിരുന്നു നമ്മൾ പോയ സമയത്ത്. പിന്നെ ആൾക്കാരുടെ എണ്ണമൊക്കെ പതിയെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ടെഗലലാങ് റൈസ് ടെറസ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ തട്ട് കൃഷി ചെയ്യില്ല, അതേപോലെ ഒരു സ്റ്റൈലായിരുന്നു ഈ ഒരു ടെഗലലാങ് റൈസ് ടെറസ് എന്ന് പറയുന്നത്. ഇന്തോനേഷ്യ നോർമലി ഒരു മുസ്ലിം കൺട്രി ആണെങ്കിലും ബാലി എന്ന് പറയുന്ന ഒരു എക്സെപ്ഷനാണ്. കാരണം അവിടെ കൂടുതലും ഹിന്ദുസാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാലി അറിയപ്പെടുന്നത് ദ ലാൻഡ് ഓഫ് 1000 ടെമ്പിൾസ് എന്നാണ്. ബാലിയിൽ തന്നെ 2 മെയിൻ ആയിട്ടുള്ള ആക്റ്റീവ് വോൾക്കാനോസ് ഉണ്ട്. അതിലൊന്നാണ് മൗണ്ട് ബാറ്റൂർ അല്ലെങ്കിൽ കിൻഡാമണി എന്നും കൂടെ അതിന് വേറൊരു പേരുണ്ട്. അത് കാണാനാണ് ഞങ്ങൾ നേരെ പോയത്. ഇത് ലാസ്റ്റ് ഇറപ്റ്റ് ആയത് 2000-ലാണെന്ന് തോന്നുന്നു. അങ്ങനെ വോൾക്കാനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മെല്ലെ റൂമിലോട്ടേക്ക് മടങ്ങി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.